വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് അനറ്റോമിക്സ് ആണ്. സോ മക്കളെ, നമുക്കിനി കുറച്ച് ദിവസം കൂടിയുള്ളൂ നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടി അല്ലേ. നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് നിങ്ങളുടെ പഠനം ആരംഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. അപ്പം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഉത്തരങ്ങൾ ശരിയായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ മാൻ വെയ്റ്റ് 45 കിലോഗ്രാം ഇൻ എർത്ത്, ഹൗ മച്ച് ഹി വെയ്റ്റ് ഇൻ മൂൺ? ഭൂമിയിൽ 45 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ എത്ര ഭാരം ഉണ്ടാകും? ഓപ്ഷൻസ് ഇവിടെ 45 kg ഉണ്ട്, 7.5 kg ഉണ്ട്, 90 kg ഉണ്ട് ആൻഡ് 270 kg ഉണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്തണം. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു ചെറിയൊരു റിലേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് നമ്മുടെ മൂണിലുള്ള വെയിറ്റും നമ്മുടെ എർത്തിലുള്ള വെയിറ്റും തമ്മിലൊരു ചെറിയൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ഏതാണെന്ന് ഞാനിവിടെ എഴുതി തരാം. എന്താന്ന് വെച്ചാൽ നമ്മുടെ മൂണിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 1/6 ഓഫ് എർത്തിലുള്ള വെയിറ്റ് ആണ്, വെയിറ്റ് ഓൺ എർത്ത്. അപ്പം ഞാനൊരു എളുപ്പത്തിൽ ഞാനിവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഏത്, നമ്മുടെ എർത്തിലുള്ള വെയിറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 45 കിലോഗ്രാം ആണ്. അപ്പോൾ 1/6 ഇൻറ്റു 45, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 7.5 kg ആണ്. അപ്പോൾ ആൻസർ വരുന്നത് 7.5 kg ആണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ 7.5 കിലോഗ്രാം എന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. യെസ്, നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പം നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു റിലേഷൻ ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ മൂണിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് എർത്തിലുള്ള വെയിറ്റിനേക്കാളും ഇൻറ്റു 1/6 ആണ്. ഓക്കെ, 1/6 ആണ് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു റിലേഷൻ അറിഞ്ഞു വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: ഊർജ്ജമാറ്റം അടിസ്ഥാനമാക്കി താഴെ പറയുന്നവ ശരിയായി യോജിപ്പിക്കുക. മാച്ച് ദ ഫോളോയിങ് കറക്റ്റ്ലി ബേസ്ഡ് ഓൺ ദി എനർജി ചേഞ്ച്. അപ്പോൾ ഇവിടെ ഡിവൈസിന്റെ പേരുകളും അവിടെ ഉണ്ടാവുന്ന എനർജി ചേഞ്ചും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ഡിവൈസ് ഒന്ന് വായിച്ചു നോക്കാം. സോളാർ സെല്ലുണ്ട്, വൈദ്യുത ബൾബും അതായത് നമ്മുടെ ഇലക്ട്രിക് ബൾബുണ്ട്, നമ്മുടെ ബാറ്ററി ഉണ്ട്. ഊർജ്ജമാറ്റം ഇവിടെ കൊടുത്തിരിക്കുന്നത് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായും താപോർജ്ജമായും മാറുന്നു. ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ടും ഹീറ്റ് എനർജി ആയിട്ടും മാറുന്നു. സൗരോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു, അതായത് സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പം നമുക്ക് ഏറ്റവും ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റഫായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരം ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്കൊന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തേത് എടുക്കാം. ഫസ്റ്റ് ഇവിടെ പറയുന്നത് സോളാർ സെല്ലാണ്. അപ്പോൾ സോളാർ സെൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലേ അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് ഏതായിരിക്കും? യെസ്, സൗരോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടാണ് മാറുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വൈദ്യുത ബൾബ് ഇപ്പം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്വിച്ച് ഇടുമ്പോഴാണ്. സ്വിച്ച് ഇടുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് എനർജിയാണ് മാറി വരുന്നത്? യെസ്, ഇലക്ട്രിക്കൽ എനർജി, പിന്നീട് ലൈറ്റ് എനർജി ആയിട്ടും ഹീറ്റ് എനർജി ആയിട്ടും മാറുന്നത്. അപ്പോൾ വൈദ്യുത ബൾബ് എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായും താപോർജ്ജമായും മാറുന്നു. ഇനി അടുത്തത് ബാറ്ററി അല്ലെങ്കിൽ സെല്ല്. ഇവിടെയൊക്കെ ഏത് എനർജിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? കെമിക്കൽ എനർജിയാണ്, രാസോർജ്ജമാണ്. അപ്പോൾ രാസോർജ്ജമാണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് നമുക്ക് നേരെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഒന്നാമത്തത് രണ്ടാമത്തതുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതും അല്ല. ഓക്കെ, അത് രണ്ടും നമുക്ക് അല്ല എന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തത് ഒന്നാമത്തതായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതും അല്ല. അപ്പോൾ ഇത് കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. ഇനി മൂന്നാമതായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കൺഫ്യൂഷൻ ആവാതെ ആദ്യം ജസ്റ്റ് റഫായിട്ട് ഒന്ന് അടയാളപ്പെടുത്തി നോക്കുക. എന്നിട്ട് നിങ്ങൾ ഓപ്ഷനിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് മിസ് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സെലനോളജി ഈസ് എ സ്റ്റഡി ഓഫ് ഡാഷ്. സെലനോളജി ഡാഷിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. അപ്പം ഈ ഒരു ചിത്രം കാണുമ്പോഴേക്കും എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ചാടിക്കയറി പറയും, മിസ്സേ മൂണല്ലേ ചന്ദ്രനല്ലേ എന്ന്. അതാണ്, കറക്റ്റാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സെലനോളജി എന്ന് പറയുന്നത് മൂണിനെ പറ്റിയുള്ള സയന്റിഫിക് സ്റ്റഡിയാണ്, ശാസ്ത്രീയ പഠനം. നമ്മുടെ ചന്ദ്രനെ പറ്റിയുള്ള ശാസ്ത്രീയ പഠനമാണ് നമ്മൾ സെലനോളജി എന്ന് പറയുന്നത്. അതേസമയം മൂണിൻ്റെ സർഫസ് അല്ലെങ്കിൽ മൂണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, അതായത് ഭൗതിക സവിശേഷതകൾ, മൂണിൻ്റെ പ്രതലം, അതിനെപ്പറ്റിയൊക്കെയുള്ള സ്റ്റഡി ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും
സെലനോളജി എന്ന് പറയരുത്, നേരെ മറിച്ച് സെലനോഗ്രാഫി എന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് സിമ്പിളാണെന്ന് അറിയാം, പക്ഷേ ഈ ചോദ്യം ഞാൻ എന്തിനാ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ സെലനോളജിയും സെലനോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഓപ്ഷനിൽ സെലനോളജിയും സെലനോഗ്രാഫിയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. സയന്റിഫിക് സ്റ്റഡി അല്ലെങ്കിൽ ശാസ്ത്രീയ പഠനത്തെ പറ്റിയാണെങ്കിലാണ് സെലനോളജി. അതേസമയം അതിൻ്റെ സർഫസ്, അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, അതായത് അതിൻ്റെ പ്രതലം, അതേപോലെ തന്നെ അതിൻ്റെ ഭൗതിക സവിശേഷതകളൊക്കെ പറയുവാണെങ്കിൽ നിങ്ങൾ എവിടെ ക്ലിക്ക് ചെയ്യണം അല്ലെങ്കിൽ എവിടെ ടിക്ക് ചെയ്യണം? സെലനോഗ്രാഫിയിൽ വേണം നിങ്ങൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതും നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ഏത് ചിത്രത്തിലാണ് പെരിസ്കോപ്പിൽ ശരിയായ പ്രതിബിംബ രൂപീകരണം നടക്കുന്നത്? വിച്ച് ഇമേജ് ഡസ് പ്രോപ്പർ ഇമേജ് ഫോർമേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദി പെരിസ്കോപ്പ്? അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതിലാണ് ശരിയായിട്ടുള്ള രീതിയിൽ പ്രതിബിംബം രൂപീകരണം നടക്കുന്നത്? ഇമേജ് ഫോർമേഷൻ എവിടെയാണ്? ഇപ്പോൾ ഒന്നാമത്തെ നമുക്കറിയാം, ഇവിടെ നിന്നാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കാം. യെസ്, ഈ ഒരു ഇമേജിൽ നിന്നുള്ള ലൈറ്റ് ഇവിടെ തന്നെ ബ്ലോക്കായി. അപ്പം നമുക്ക് പറയാൻ പറ്റും ഒന്നാമത്തേലല്ല. ഇനി രണ്ടാമത്തെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരാളുണ്ട്. ഇവിടെ നിന്നുള്ള ഇമേജ് ആദ്യത്തെ പ്ലെയിൻ മിററിൽ വരുന്നു, രണ്ടാമത്തെ പ്ലെയിൻ മിററിൽ വന്നു, പക്ഷെ റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകില്ല. കാരണം ഇവിടെ പ്ലെയിൻ മിറർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ശരിയായ രീതിയിലല്ല. അപ്പം രണ്ടാമത്തതും അല്ല. ഇനി മൂന്നാമത്തെ നോക്കുവാണെങ്കിൽ യെസ്, ഇവിടെ നിന്നുള്ള ലൈറ്റ് വന്ന് ഒന്നാമത്തെ പ്ലെയിൻ മിററിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു, അവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് രണ്ടാമത്തേലും വന്ന് പതിച്ചു, പിന്നീട് റിഫ്ലക്റ്റ് ചെയ്തതാ ഇവിടെയുള്ള ആൾക്ക് കാണാനായിട്ട് പറ്റി. ഞാൻ ജസ്റ്റ് ഒരു കണ്ണ് വരച്ചു. അപ്പോൾ ഇതെന്താണേലും കറക്റ്റാണ്. ഇനി വേറെ കറക്റ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ, നോക്കാം. യെസ്, നാലാമത്തെ ഫിഗർ നോക്കുവാണെങ്കിൽ പ്ലെയിൻ മിറർ ഇവിടെ നിന്ന് തന്നെ ബ്ലോക്കായി അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ മൂന്നാമത്തെ ഫിഗർ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് 1 മാത്രം ശരി, ബി പറയുന്നത് 3 മാത്രം ശരി, സി പറയുന്നത് 1ഉം 2ഉം ശരി, ഡി പറയുന്നത് 2ഉം 4ഉം ശരി എന്നാണ്. അപ്പൊ ഇതിലേതാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? 3 മാത്രം ശരി എന്നുള്ളതാണ്. അതായത് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരത്തിലേക്ക് പോകാൻ. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളൊരു ഹോംവർക്കാണ്. അതായത് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ അതിൻ്റെ ഉത്തരം അറിയിക്കുക. ചോദ്യം ഇതാണ്: താഴെ നൽകിയിരിക്കുന്ന ഗ്രൂപ്പ് ശ്രദ്ധിക്കുക. ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന മറ്റൊരു വസ്തു ഏതാണ്? ഗ്രൂപ്പ് ഇതാണ്: ഇരുമ്പാണി, ചെമ്പുകമ്പി, സ്റ്റീല്, സ്പൂണ്. അതായത് സ്റ്റീൽ സ്പൂൺ. ഓക്കെ, സോറി. Look at the group given below. What are the other objects could be included in? Iron nail, കോപ്പർ വയർ, സ്റ്റീൽ സ്പൂൺ. അപ്പൊ ഈ ഒരു കാറ്റഗറി, ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റബ്ബർ ബാൻഡ് ആണോ, ഡ്രൈവുഡ് ആണോ, ഗോൾഡ് ചെയിൻ ആണോ, പ്ലാസ്റ്റിക്കിന്റെ സ്കെയിലാണോ? ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഉത്തരം ആയിട്ട് എനിക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതുപോലുള്ള USSന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇനിയും USSനെ പറ്റി നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വന്തം ധ്രുവ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി USS മാത്രമല്ല, നിങ്ങൾക്ക് ആനുവൽ എക്സാം, അതായത് USS നമുക്ക് ഈ ഒരു മാസം കൊണ്ട് തീരും. അടുത്ത മാസമാണ് നമ്മുടെ ആനുവൽ എക്സാം ഉള്ളത്. 7ാം ക്ലാസ്സിലെ മക്കളുടെ ആനുവൽ എക്സാം ആണ്. ഇനി അങ്ങോട്ടേക്ക് 8ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ആനുവൽ എക്സാം എന്നൊക്കെ പറയുന്നത് വളരെ അത്യാവശ്യം ടൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയാണ് റിവിഷൻ ബാച്ച് ആയിട്ടുള്ള നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ബാച്ച് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോഴും സൈലം തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ടൊന്ന് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താഴെ സ്ക്രോളിൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി കുറച്ച് സമയമുള്ളൂ. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നൊന്നും നിങ്ങൾ ആലോചിക്കുക പോലും ചെയ്യേണ്ട. കാരണം ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒന്നാമത്തെ യൂണിറ്റ് മുതലുള്ള റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓൾറെഡി ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ക്ലാസ്സുകൾ റെക്കോർഡിംഗ് സെക്ഷനിലായിട്ട് നിങ്ങൾക്ക് അവിടെ വീണ്ടും കാണാനായിട്ട് പറ്റും. അപ്പോൾ എത്രയും വേണം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടിപൊളിയായിട്ട് ഇനി ഈ ഒരു അക്കാദമിക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എല്ലാവർക്കും USS കിട്ടട്ടെ, എല്ലാവർക്കും ആനുവൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.